ഷാഫി പറമ്പിലിനെതിരെ ആഞ്ഞടിച്ച LDF സ്ഥാനാർത്ഥി KK ശൈലജ. തനിക്കെതിരായ നുണപ്രചാരണങ്ങൾ ഷാഫി നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്ന് KK ശൈലജ ആരോപിക്കുന്നു. ഫേസ്ബുക്കിൽ കൃത്രിമ പേജുകൾ ഉണ്ടാക്കി വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണ്. ഷാഫി ഇത് അറിയുന്നുണ്ടെന്ന് കരുതുന്നു. സ്ഥാനാർത്ഥിയുടെ മാന്യത ഷാഫി കാട്ടുമെന്ന് പ്രതീക്ഷിച്ചുവെന്നും KK ശൈലജ ന്യൂസ് 18നോട് പറഞ്ഞു. ഇമാതിരി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അത് കൊടുക്കുന്നവരെ തിരിച്ചറിയാൻ ഇപ്പം തന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരും. കാരണം ഓരോ സ്ഥാനത്തൊക്കെ ഇരിക്കുമ്പം അതിൻ്റെതായിട്ടുള്ളൊരു ഒരു ഡിഗ്നിറ്റി നമ്മൾ കാണിക്കുമല്ലോ. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുന്നത് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നിങ്ങൾ തിരിച്ചറിയണം, ഇത്തരത്തിലുള്ള വ്യക്തിഹത്യ എല്ലാവരും മനസ്സിലാക്കണമെന്നാണ്. ഈ സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ UDF സ്ഥാനാർത്ഥിയുടെ പേരിൽ തന്നെ നൽകാൻ അതിനെന്തെങ്കിലും കാരണമാണ്? അല്ല, അത്തരം പേര് വെച്ചിട്ടാണ് ചിലത് കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നടപടി അവരെടുക്കട്ടെ. ഷാഫി ഇത് അറിയുന്നുണ്ട് എന്ന് തന്നെയാണ് ടീച്ചർ കരുതുന്നത്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. കാരണം ആദ്യം ഞാനത് അങ്ങനെ കരുതിയില്ല. ഞാൻ വിചാരിച്ച ആരെങ്കിലും ഇങ്ങനെയുള്ള ചെറുപ്പക്കാരും കൊടുത്തത്. പക്ഷേ തുടർച്ചയായിട്ട് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വരുന്നത് പോലെ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ച് വരികയാണ്. അപ്പോൾ അത് വ്യക്തതയുണ്ട് അതിനകത്ത്. അതിനെ നിരുത്സാഹപ്പെടുത്തിയല്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നുള്ളത്. ഷാഫിയിൽ നിന്ന് ടീച്ചർ പ്രതീക്ഷിച്ചില്ല? അങ്ങനെയില്ല, പ്രതീക്ഷിക്കാതൊന്നുമില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് അതിൻ്റെ ഒരു ഡിഗ്നിറ്റി കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതിൽ ജനങ്ങൾക്കറിയാം ഞാനൊരു ഭൂമി രാഷ്ട്രീയം പിന്തുണക്കുന്ന ആളല്ല. ഞാൻ അതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് എന്താ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ തെറ്റായിട്ട് ചില പ്രത്യേക സംഭവങ്ങൾ എടുത്തിട്ട് അതിനകത്ത് എൻ്റെ വർത്തമാനം പകുതി വെട്ടിക്കളഞ്ഞ് പകുതി കൊടുക്കുക, ഇതൊക്കെയാണ് കുറേ ഉണ്ട്. ഞാനതെല്ലാം ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മീഷനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിന് നടപടി വരട്ടെ. പക്ഷേ ഞാൻ ഈ നിയോജക മണ്ഡലത്തിലെ പ്രിയപ്പെട്ട ജനങ്ങളോടാണ് പറയുന്നത്. എന്നെ നിങ്ങൾക്കറിയാം, ഞാനിവിടെ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പം ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആരുടെയും രാഷ്ട്രീയം നോക്കിയിട്ടല്ല, ജനങ്ങളുടെ കൂടെ നിന്ന് ഒരു മന്ത്രി എന്താണോ ചെയ്യേണ്ടത് ആ കടമ നിർവഹിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ MP ആയാലും അങ്ങനെ തന്നെയാണ്, ജനങ്ങളുടെ കൂടെ നിന്ന് ചെയ്യും. ഷാഫി പറമ്പിൽ ഇത് നിരുത്സാഹപ്പെടുത്തിയില്ല എന്നുള്ളതാണ് KK ശൈലജയുടെ പ്രധാന ആരോപണം. കോൺഗ്രസ് നേതൃത്വം ഇതിൽ വ്യക്തമായ നിലപാട് ഇതുവരെ നൽകിയിട്ടുമില്ല. എന്നാൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ഇക്കാര്യത്തിൽ പ്രതികരിച്ചു ന്യൂസ് 18നോട്. ശൈലജയുടെ ആരോപണം പരാജയ ഭീതി മൂലമാണ് എന്നാണ് K മുരളീധരൻ പറയുന്നത്. കേസ് കൊടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും മുരളീധരൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഇതൊക്കെ CPM-ന്റെ ഈ കുടിൽ വ്യവസായം പോലെ ബോംബുണ്ടാക്കി എതിരാളികളെ തകർക്കുന്ന ആ പഴയ നൂറ്റാണ്ട് സംസ്കാരത്തിൽ നിന്നും ആ പാർട്ടി പുറത്തു കടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഇത്തവണ ബോംബ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിനുണ്ടാക്കുന്ന ഓരോ കഥകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അന്വേഷിക്കേണ്ടവരല്ലേ, വെറുതെ പരാതി എഴുതി കൊടുക്കേണ്ട, അവർ തന്നെ അന്വേഷിക്കേണ്ട, അവരെ ഗവൺമെൻറ് അല്ലേ. ഇതൊന്നും വടകരയിൽ ചിലവാവില്ല. ഞാൻ പറഞ്ഞു, എന്ത് വന്നാലും ടീച്ചറോടെ തോൽക്കും, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപർണ എസ് കുറുപ്പും ഒപ്പം MS അനീഷ് കുമാറുമാണ് ന്യൂസ് ടൈംസിൽ ആദ്യം ചേരുക. അതിനു മുമ്പ് KK രമയുടെ പ്രതികരണത്തിലേക്ക് കൂടി പോയ ശേഷം മടങ്ങിയെത്താം. KK രമ അല്പം മുമ്പാണ് വടകരയിൽ മാധ്യമങ്ങളെ കണ്ടത്. KK രമ പറഞ്ഞത് KK ശൈലജയ്ക്ക് എതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണെന്ന CPM ആരോപണം അത് തള്ളുന്നു എന്നായിരുന്നു KK രമയുടെ പ്രതികരണം. അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ്. കാരണം ഏതെങ്കിലും ഒരു, ഞാൻ വെല്ലുവിളിക്കുന്നു, ഏതെങ്കിലും ഒരു ആളുടെ ഇതുപോലെയുള്ള നേതാക്കന്മാരുടെ പ്രൊഫൈൽ നിന്ന്, നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ടോ? ഇവിടുത്തെ സ്ഥാനാർത്ഥി ഞങ്ങൾ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ, അവരുടെ ഔദ്യോഗികമായ കാര്യമോ അദ്ദേഹം പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഉണ്ടോ എന്നുള്ളത്, അതില്ലാതെയാണ് ഇതുപോലെ സ്ഥാനാർത്ഥിയാണ് ഇത് നടക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, ശുദ്ധ നുണയാണ്. അത് യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാനുള്ള നീക്കമാണ്. അത് അവസാനിപ്പിക്കണം. ഇവിടെ ഏറ്റവും പ്രശ്നം, ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം, അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഇതിനിടെ ഈ KK ശൈലജയ്ക്കെതിരായ വ്യാജ പ്രചാരണത്തിൽ 2 പേർക്കെതിരെ കേസെടുത്തു. ന്യൂമാഹി പഞ്ചായത്ത് സെക്രട്ടറിയും മുസ്ലിം ലീഗ് നേതാവുമായിട്ടുള്ള ന്യൂമാഹി പഞ്ചായത്ത് അംഗവുമാണ് അസ്ലമാനെതിരെയാണ് ഇന്ന് ആദ്യം കേസെടുത്തത്. പിന്നീട് സൽമാൻ എന്നയാൾക്കെതിരെ പേരാമ്പ്ര പോലീസും കേസെടുത്തിട്ടുണ്ട്. MS അനീഷ് കുമാർ ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി വടകരയിൽ നിന്ന്. ഒപ്പം അപർണ കുറുപ്പ് തൃശ്ശൂരിൽ നിന്നും ചേരും. ആദ്യം അനീഷിലേക്ക്. അനീഷ്, ഈ വടകരയിൽ
ഈ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ ആക്രമണം അത് രൂക്ഷമാണ് എന്നുള്ളത്, വ്യക്തിപരമായിട്ടുള്ള ഹത്യ അത് നേരിടുന്നുവെന്ന് കെ ശൈലജ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയും അത് വളരെ ഒരുപക്ഷെ നമ്മൾ ഇത്രയും വികാരഭരിതമായി അവരെ പലപ്പോഴും കണ്ടിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അത്രമാത്രം വികാരഭരിതയായി അവർ അത് അവതരിപ്പിക്കുകയും പിന്നീട് അത് ഈ സൈബർ ഇടത്ത് പോലും വലിയ ചർച്ചയാവുന്നു, സമൂഹം അത് ചർച്ച ചെയ്യുന്നു. അങ്ങനെ പ്രതിരോധത്തിലാവുന്നത് ആരാണ് എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. തിരിച്ചടിയാവുന്നത് ആർക്കാണ് എന്നുള്ളത് വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. പക്ഷേ അപ്പോൾ പോലും ഇതിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം, മറുപടി നൽകുക എന്നുള്ളതായിരുന്നു UDF വൈകി വെച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ തൊട്ടു മുമ്പ് കെ രമയും ഉമാ തോമസും മാധ്യമങ്ങൾക്ക് മുന്നിൽ അത് UDFന് പങ്കില്ല എന്നുള്ള തരത്തിൽ അത് നിഷേധിക്കുകയും ചെയ്യുന്നു. ആ ഒരു സാഹചര്യം മാത്രമാണ് ഉണ്ടായത്. തൊട്ടു മുമ്പ് കെ മുരളീധരൻ ന്യൂസ് 18നോട് സംസാരിച്ചു. ന്യൂസ് 18 സംസാരിച്ച കെ മുരളീധരൻ പറഞ്ഞത് പക്ഷേ അല്പം വേറൊരു തരത്തിലാണ്. ഈ സൈബർ ആക്രമണം എന്നൊക്കെ പറയുന്നത് അത് പരാജയ ഭീതി മൂലമാണ് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് അങ്ങനെ പറയുന്നു. ഈ സ്ത്രീയുടെ പരാതിക്ക് 2 സ്ത്രീകളുമായി മറുപടി നൽകാൻ UDF വടകരയിൽ ശ്രമിച്ചു കെ രമയും ഉമാ തോമസും വഴി. ഇതാകെ കൂടി വായിക്കുമ്പോൾ അനീഷ് എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് UDF നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് വടകരയിലെ UDF പ്ലാൻ ചെയ്യുന്നത്? എന്തോ ആദ്യം തന്നെ അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് നേരിടേണ്ട രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് വടകരയിൽ നിന്ന് നിസ്സംശയം പറയാം. കാരണം ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പ് നടന്ന ഇടങ്ങളിൽ ഈ തൃക്കാക്കരയിലായാലും ഒപ്പം പുതുപ്പള്ളിയിലായാലും ഒക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും അധികം ചർച്ചാ വിഷയമായത് ഈ സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് എതിരായ സൈബർ ആക്രമണങ്ങൾ തന്നെയാണ്. ഇത് UDF പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെയാണ് പുതുപ്പള്ളിയിൽ അച്ചുവുമനെതിരെ നിരന്തരം സൈബർ ആക്രമണം നടത്തുന്നു, കുടുംബത്തിന് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, രമ്യ ഹരിദാസിനെതിരെ സൈബർ ആക്രമണം നടന്നു എന്നൊക്കെ പറഞ്ഞ് വോട്ട് തേടിയത്. ഇത് പറഞ്ഞ് കൃത്യമായി അവർ പ്രചാരണം നടത്തിയാണ് ഈ നേതാക്കൾ വോട്ട് തേടുകയും ചെയ്തത്. മറിച്ച് ഈ വടകരയിലേക്ക് എത്തുമ്പോൾ സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ മറ്റുള്ള മുന്നണിയിലെ ആളുകൾക്കോ ഇത് അറിയില്ല. എല്ലാ സ്ത്രീകൾക്കുമെതിരായ സൈബർ ആക്രമണങ്ങളെ തങ്ങൾ അപലപിക്കുന്നു. ഈ വിഷയത്തിൽ ശൈലജ ടീച്ചർക്കൊപ്പമാണ്. ഈ വിഷയത്തിൽ പോലീസ് നടപടിക്രമങ്ങൾ എടുക്കാത്തത് അല്ലെങ്കിൽ കൃത്യമായ നടപടി ഉണ്ടാവാത്തതാണ് ഇത്തരം ആക്രമണങ്ങൾ പെരുകാൻ കാരണമെന്നാണ് കെ രമയും ഒപ്പം ഉമാ തോമസിനെയും പോലുള്ള മുതിർന്ന രാഷ്ട്രീയ രംഗത്തെ ഈ സ്ത്രീകളെ അണിനിർത്തി MLA-മാരെ അണിനിർത്തി അവർ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ നിലവിൽ പുറത്തു വരുന്ന സ്ക്രീൻഷോട്ടുകളും അല്ലെങ്കിൽ പോലീസിന്റെ നടപടിക്രമങ്ങളും നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പരതുമ്പോഴും കാണുന്നത് കൃത്യമായ രാഷ്ട്രീയ ബന്ധമുള്ള അല്ലെങ്കിൽ പ്രാദേശിക തലത്തിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളുകൾ തന്നെയാണ് ഇത്തരം ഈ സ്ക്രീൻഷോട്ടുകളും മറ്റും ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം, കേവലം ഈ വ്യക്തി ഹത്യയ്ക്ക് അപ്പുറം അവർ പറയാത്ത കാര്യങ്ങൾ അവരുടെ പേരിൽ പറഞ്ഞു എന്ന് ആരോപിക്കുന്ന പേജുകൾ, ഒപ്പം അവരുടെ വീഡിയോ മറ്റു രീതിയിൽ വെട്ടിച്ചേർത്ത് അല്ലെങ്കിൽ വ്യാജമാക്കപ്പെട്ട രീതിയിൽ നിർമ്മിക്കുന്ന നിർമ്മിതികൾ, ഇവയൊക്കെ സൈബർ ഇടത്തിൽ വലിയ തോതിൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയൊക്കെ പ്രചരിപ്പിക്കുകയാണ്. നമുക്കറിയാം 40% മുസ്ലിം വോട്ടർമാരുള്ള ഒരു മണ്ഡലമാണ് വടകരയിൽ. ഇത്തരം ഈ മുസ്ലിം വിഭാഗവുമായി ബന്ധപ്പെടുത്തി ശൈലജ കാര്യമായ പെശക് പറഞ്ഞു അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തെ കെ ശൈലജ തള്ളി പറയുന്നു എന്ന രീതിയിലൊക്കെയാണ് ഈ ഗ്രൂപ്പുകളിൽ മറ്റുമൊക്കെ വരുന്നത്. അത് ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ അവരെ അങ്ങേറ്റം ദോഷകരമായി ബാധിക്കും എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങേറ്റം വൈകാരികമായി കേരളത്തിൽ ഒരുപക്ഷെ രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും അധികം ആളുകൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളൊക്കെയാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ അതിനപ്പുറം രാഷ്ട്രീയമായ വിഷയങ്ങളാണ് തമ്മിൽ ഏറ്റുമുട്ടേണ്ടത്. അവിടെയാണ് ഇത്തരം ഈ വ്യാജ ആരോപണങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ തന്നെ ഏത് രീതിയിൽ സ്വാധീനിക്കുന്നു എന്ന ഒരു ചർച്ച ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും വലിയ ചർച്ചയായി വടകര മണ്ഡലത്തിൽ ഇത് മാറിക്കഴിഞ്ഞു. എല്ലാ രീതിയിലും ഇതിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളുമായാണ് UDF-ഉം കോൺഗ്രസും രംഗത്തെത്തിക്കുന്നത്. അതുതന്നെയാണ് 2 വനിതാ MLA-മാരെ തന്നെ കളത്തിലിറക്കി അതിന് വിശദീകരണം നൽകാൻ ഒരുങ്ങുന്നത്. ഒരു വശത്ത് ഈ ആക്രമിക്കപ്പെടുന്ന എല്ലാ സ്ത്രീകൾക്കുമൊപ്പം അല്ലെങ്കിൽ കെ ശൈലജയ്ക്കൊപ്പം എന്ന് പറയുമ്പോഴും UDF-ന്റെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ UDF-ന്റെ ആളുകളോ ഇത്തരമൊരു കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടില്ല, അതൊന്നും തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അവർ വ്യക്തമായി പറയുകയും ചെയ്യുന്നു. എന്തായാലും ഒരു മോശമായ പ്രവണതയാണ് ഇപ്പോൾ ഈ വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന രംഗത്തേക്ക് എത്തുമ്പോൾ നടക്കുന്നത് എന്ന് നമുക്ക് സംശയം പറയാൻ കഴിയും. എൽദോ, വളരെ പ്രധാനപ്പെട്ടതാണ്. അനീഷ്, ഒരു കാര്യം കൂടി, അതായത് ഈ സൈബർ ഇടത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അവിടെ. അപ്പോൾ ഷാഫി ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു പ്രതികരണത്തിന് തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ കെ ശൈലജ ഒരു ആരോപണം ഉന്നയിച്ചാൽ അതിന്റെ മറുപടി നൽകുക എന്നുള്ള ഒരു സാമാന്യ ഉത്തരവാദിത്തം UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി കാണിക്കേണ്ടതല്ലേ? ശരിയാണ്, UDF-ന് വേണ്ടി UDF-ന്റെ ഔദ്യോഗികമായിട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് ഉമാ തോമസും ഒപ്പം കെ രമയും പങ്കെടുത്തത് എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അപ്പോഴും
ഷാഫിയെ പോലുള്ള ഒരാൾ, ഷാഫിയെ പോലെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഷാഫി അത്തരത്തിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു ആരോപണം, അത് ഒരു സ്ത്രീയിൽ നിന്ന് അത്തരത്തിൽ ഒരു വ്യക്തിഹത്യ നേരിട്ടു എന്നുള്ള ഒരു പരാതി വരുമ്പോൾ അതിന് ഒരു മറുപടി പറയുക എന്നുള്ള ഒരു കാര്യം ഷാഫി അത് വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? തീർച്ചയായും എന്താണ് എന്നാണ് നമുക്ക് ഇപ്പോഴും പിടികിട്ടാത്തത്. കാരണം ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയപ്പോൾ മുതൽ മാധ്യമങ്ങളോട് അങ്ങേയറ്റം സൗഹൃദപരമായി ഇടപെട്ടിരുന്ന ആളുകളാണ്. ഏത് സമയവും നമുക്ക് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം തേടാൻ കഴിഞ്ഞിരുന്നതുമാണ്. എന്നാൽ 2 ദിവസമായി അദ്ദേഹത്തെ പലപ്പോഴും അദ്ദേഹത്തിന് അടുത്തേക്ക് പോലും മാധ്യമങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. കാരണം ഇന്നലെ ഞാൻ നാദാപുരത്തുണ്ടായ റോഡ് ഷോ, DK ശിവകുമാറും ഷാഫി പറമ്പിലും തമ്മിലുള്ള റോഡ് ഷോ കവർ ചെയ്യുന്നതിനായി പോയി. പക്ഷേ നമുക്ക് ആ പരിസരത്തേക്ക് പോലും എത്താൻ കഴിയുന്നില്ല. വാഹനത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ തന്നെ പ്രവർത്തകർ നമ്മളെ ദൂരത്തേക്ക് പിടിച്ച് തള്ളി കായികമായി തന്നെ നേരിട്ട് മാറ്റുന്ന ഒരു സാഹചര്യമാണ്. ഈ ഫോണിൽ വിളിച്ച് പ്രതികരണം തേടാൻ ഒരു സ്ഥലത്തെത്തുമ്പോഴും അവിടെ കൃത്യമായ ഒരു വിവരങ്ങൾ നൽകുന്നില്ല. അല്ലെ ആൾക്കൂട്ടം അദ്ദേഹത്തെ വളഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് കഴിഞ്ഞ 2 ദിവസമായി കാണുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് അദ്ദേഹം ചില പ്രതികരണങ്ങൾ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെത് വരുന്നുണ്ട്. ഈ ആരാണ് ടീച്ചർക്കെതിരെ അശ്ലീല പരാമർശങ്ങൾ നടത്തിയ അശ്ലീല പരാമർശങ്ങൾ നടത്തിയ ഏതെങ്കിലും UDF പ്രവർത്തകരുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങളും അതിന്റെ തെളിവുകളും കൈമാറും, അവർക്കെതിരെ തങ്ങൾ തന്നെ കേസ് കൊടുക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വ്യാജ വാർത്തകൾക്കപ്പുറം അശ്ലീലം അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള സാമഗ്രികൾ പ്രചരിപ്പിച്ചു എന്ന രീതിയിലേക്കും ഒരു വശത്ത് നീങ്ങുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഈ ലൈംഗിക പരാമർശങ്ങളെക്കാൾ അല്ലെങ്കിൽ വ്യക്തിഹത്യയേക്കാൾ വലുതാണ് ഈ സമൂഹത്തിൽ സ്പർദ്ധ വരുത്താൻ ഇടവരുത്തുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പേരിൽ വ്യാജ വാർത്തകൾ പടച്ചുവിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ടുകളും മറ്റുമൊക്കെ സമൂഹത്തിലേക്ക്, ജനങ്ങളിലേക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂടി ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ സത്യമേത് കള്ളമേത് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ. കാരണം ഈ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മൈക്രോസോഫ്റ്റ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൈനയും ഒരു നിമിഷം, അതായത് ഇതിൽ വ്യക്തിഹത്യ നടന്നു, വ്യക്തിപരമായിട്ടുള്ള ആക്രമണം നടന്നു, അത് അങ്ങേയറ്റം മോശമായിട്ടുള്ള രീതിയിൽ, ഒരുപക്ഷെ നമുക്ക് ഓണെയറിൽ അത് പറയുക അസാധ്യമാണ്, അത്രമാത്രം മോശമായിട്ടുള്ള രീതിയിലുള്ള വീഡിയോകൾ സൈബറിടത്ത് ഇറക്കി എന്നുള്ളത് നിസ്സംശയം പറയാം. അത് നമ്മൾ ഉൾപ്പെടെ കണ്ടതുമാണ്. പക്ഷേ അത് നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുക അത് അസാധ്യമാണ്. അത്രമാത്രം മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് KK ശൈലജയ്ക്കെതിരെ ആ വീഡിയോയിലുള്ളത്. അപ്പോൾ അത് നടന്നു എന്ന് വ്യക്തമാണ്. ഇന്ന് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് ഒരു മുസ്ലിം ലീഗ് നേതാവിനെതിരെയും സൽമാൻ എന്ന് പറയുന്ന പേരാമ്പ്രക്കാരനെതിരെയുമാണ്. ഇതിന് പിന്നിൽ ഷാഫി പറമ്പിൽ അല്ല എന്ന് ഉമാ തോമസും അല്ലെങ്കിൽ KK രമയും അത് നിഷേധിച്ചു എന്നത് ശരി തന്നെ. പക്ഷെ അപ്പോഴും UDF പ്രവർത്തകരെല്ലാം അതിന് പിന്നിലെന്ന് പറയുന്നുണ്ടോ ഈ UDF നേതൃത്വം ഈ വാർത്താ സമ്മേളനത്തിൽ എവിടെയെങ്കിലും? എന്തായാലും അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും അതല്ല പ്രശ്നം. അതായത് A എന്നോ B എന്നോ വ്യക്തിയല്ല പ്രശ്നം, അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രവർത്തനം അല്ലെങ്കിൽ മറ്റൊരു പാർട്ടി പ്രവർത്തനം അല്ല ഇവിടെ പ്രശ്നമായി വരുന്നത്. ഒരാൾക്കെതിരെ ഒരു ആക്രമണം നടക്കുമ്പോൾ അതിൽ കൃത്യമായ നടപടികൾ എടുക്കാത്തതാണ് ഇത്തരം കാര്യങ്ങൾക്ക് പിന്നിലുള്ള ഛേദവികാരം എന്ന പൊതു രീതിയിലാണ് അവർ പറഞ്ഞത്. കാരണം KK രമ തന്നെ നമുക്കറിയാം ഒരുപാട് സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായ ഒരു സ്ത്രീയാണ്. അവരെ അതിരൂക്ഷമായ അവരുടെ വ്യക്തി ജീവിതത്തെ പോലും പരാമർശിക്കുന്ന രീതിയിൽ അങ്ങേയറ്റം മോശമായ പരാമർശങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ പിന്നീട് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, അവർ എത്ര ഉന്നതങ്ങളിലേക്ക് പോയി എന്ന് നമുക്കറിയാം. അതായത് ഇത്തരം ആക്രമണങ്ങൾ കൊണ്ടൊന്നും ഇത്തരം ആളുകളെ തകർക്കാനാവില്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം. പക്ഷേ കൃത്യമായി UDF പ്രവർത്തകരുടെ ഹാൻഡിലുകളിൽ നിന്ന് തന്നെയാണ് ഇത് വരുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ അത് അതിവേഗം പരക്കപ്പെടുന്നുണ്ട്. ഫേസ്ബുക്ക് പേജുകളിലൂടെ ഇത് അതിവേഗം പരക്കപ്പെടുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ അത് അപ്പോഴും ഒരു പുറമേയുള്ള ഒരു തള്ളിപ്പറച്ചിലിന് അപ്പുറം ഈ ആരാണിത് ചെയ്യുന്നത്, എന്തിനാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും നേതാക്കൾ വിശദീകരിക്കുന്നില്ല എന്നതാണ് വസ്തുത. എന്തായാലും ഷാഫി പറമ്പിൽ നേരിട്ട് ഇങ്ങനെ ചെയ്യുമെന്നൊന്നും നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം അങ്ങേയറ്റം മാന്യത പൊതുരംഗത്ത് സൂക്ഷിക്കുന്ന സ്ത്രീകളോടും മറ്റുമൊക്കെ മാന്യമായി ഇടപെടുന്ന ഒരാളെന്ന രീതിയിൽ തന്നെയാണ് നമുക്ക് ഷാഫി പറമ്പിലിനെ കാണാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ സൈബർ ഭാഷയിൽ വ്യക്തിക്കളിക്കൂട്ടം എന്ന് പറയുന്ന ആളുകളെ നിയന്ത്രിക്കാൻ ഈ നേതാക്കൾക്കോ അല്ലെങ്കിൽ UDFന്റെ മുന്നിലേക്കോ കഴിയുന്നില്ല എന്നത് ഈ ഘട്ടത്തിൽ ഒരു വസ്തുത തന്നെയാണ്. അതും കേരളത്തിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരിൽ ഏറ്റവും ആളുകളെ ആകർഷിക്കുന്ന ഒരു സ്ത്രീക്കെതിരെ തന്നെ ഇങ്ങനെ ഒരു ആക്രമണം നടക്കുന്നത് അത് നിയന്ത്രിക്കേണ്ടത് നിശ്ചയമായും നേതാക്കൾ പറഞ്ഞ് അണികൾ ഇക്കാര്യത്തിൽ ഒരു സംയമനം പാലിക്കേണ്ടത് തന്നെയാണ്. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകനെ ദീർഘനാളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ മാന്യമായ കാര്യങ്ങൾ പെരുമാറുകയും പക്വതയോടെ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ആളാണ്. ഒരു തരത്തിലും ഷാഫി പറമ്പിലിനെതിരെ പറയുക അസാധ്യവുമാണ്. പക്ഷേ അപ്പോഴും ഇപ്പോൾ അനീഷ് ചൂണ്ടിക്കാട്ടിയതുപോലെ
ഈ പൊതു ഇടങ്ങളിൽ സമൂഹ മാധ്യമങ്ങളായിക്കോട്ടെ ഇത്തരത്തിൽ പരാമർശങ്ങൾ നടത്തുന്ന, വ്യക്തിഹത്യ നടത്തുന്ന, സൈബർ ആക്രമണങ്ങൾ നടത്തുന്ന, അത് പോരാളികളെന്നോ വാസുമാരെന്നോ ഷാജിമാരെന്നോ എന്ത് പേരുമിട്ട് വിളിച്ചോട്ടെ, അവർ വെട്ട് കിളിക്കൂട്ടം തന്നെയാണ്. അവരെ നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യം പൊതു രാഷ്ട്രീയ മണ്ഡലത്തിൽ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനീഷ്, തുടരുക. ഞാനൊന്ന് അപർണ കുറിപ്പിലേക്ക് കൂടി പോയി വരുന്നു. അപർണ നേരത്തെ കെ മുരളീധരനുമായി സംസാരിച്ചിരുന്നു. കെ മുരളീധരൻ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്, മുൻ KPCC അധ്യക്ഷനാണ്. അപ്പോൾ കെ മുരളീധരൻ പറഞ്ഞത് പക്ഷേ അല്പം അമ്പരപ്പുണ്ടാക്കുന്നു. അതൊരു പരാജയ ഭീതി മൂലം മാത്രമുള്ള പ്രതികരണമാണ് KK ശൈലജയുടേതെന്നാണ്. അത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണത്തെ അപലപിക്കാൻ അദ്ദേഹം തയ്യാറായോ എന്നുള്ള സംശയം. അപർണ, എന്താണ് കെ മുരളീധരൻ പറഞ്ഞത് ഇക്കാര്യത്തിൽ? ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോലും വടകരയിൽ KK ശൈലജ ടീച്ചർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണം ചർച്ചയാകുന്നുണ്ട് പ്രചാരണത്തിലെല്ലാം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്ഥാനാർത്ഥികളിൽ നിന്ന് നമ്മൾ ആ പ്രതികരണങ്ങൾ തേടുമ്പോൾ പ്രധാനമായിട്ടും UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല, പരാതി കൊടുത്തിട്ടുണ്ടല്ലോ, അന്വേഷണം അവർ തന്നെയാണല്ലോ നടത്തുന്നത്, നടക്കട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത്തരം ചില വിഷയങ്ങളിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രങ്ങൾ തെരഞ്ഞെടുപ്പിന് അനുകൂലമായിട്ടുള്ള ഒരു കാറ്റ് വീശുന്നതിന് വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങളിലേക്ക് കടക്കുന്ന ഒരു നിലപാടാണ് ഇടതുപക്ഷത്തിന്. അത്തരത്തിൽ ഉള്ള ഒരു കാര്യമാകാം എന്നുള്ള ഒരു അഭിപ്രായത്തിലേക്ക് കെ മുരളീധരൻ കടന്നിരിക്കുന്നു. കെ മുരളീധരൻ പറഞ്ഞത് പാനൂർ ബോംബ് സ്ഫോടനം പോലെ CPMന് തന്നെ കൃത്യമായ ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിനകത്തും CPM എടുത്തിരിക്കുന്ന നിലപാട് വടകരയിൽ കൃത്യമായ പരാജയഭീതി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഈ ഉയർത്തിപ്പിടിക്കുന്നത് പോലുള്ള ഒരു വിഷയം പരാജയ ഭീതി കൊണ്ട് CPM കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്നുള്ള ഒരു ആരോപണം മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ കെ മുരളീധരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. ഒരു കാരണവശാലും ശൈലജ ടീച്ചർ വടകരയിൽ ജയിക്കില്ല, ഷാഫി തന്നെയാണ് ജയിക്കുക. ഈ പൾസ് കൃത്യമായി ഇടത് ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരം ആരോപണങ്ങളിലേക്കും പരാതികളിലേക്കും ഇടതുപക്ഷം കടക്കുന്നത് എന്ന് പറയുന്നു. തൃശ്ശൂരിൽ പോലും ഈ വിഷയം ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ശൈലജയ്ക്കെതിരായുള്ള സൈബർ ആക്രമണവും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മളിനി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം മുഴുവൻ പ്രധാനപ്പെട്ട 3 സ്ഥാനാർത്ഥികളുടെയും പ്രതികരണങ്ങളും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകളുമെല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചതാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് നേരിട്ട് വടകരയിലേക്ക് തന്നെയാണ്. നേരിട്ട് UDFന്റെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പലിനെയും അതോടൊപ്പം തന്നെ ഇടത് സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറെയും നേരിട്ട് കാണുക. എന്താണ് ഈ വിഷയത്തിനകത്ത് അവർക്ക് പറയാനുള്ളത് എന്നുള്ള കൃത്യമായുള്ള പ്രതികരണങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ ഞാൻ വടകരയിലേക്ക് പോകുകയാണ്. എൽദോ, ശരി അപർണ, എന്തായാലും അപർണ വടകരയിലേക്കുള്ള യാത്രയിലാണ്. അവിടെ നേരിട്ട് KK ശൈലജയുമായും ഷാഫിയുമായി സംസാരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ വയ്ക്കുകയും ചെയ്യാം. ഞാൻ അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഇപ്പോൾ ഓക്കെ, ഞാൻ അതിനു മുമ്പ് അപ്പോൾ CS സുജാത ടെലിഫോൺ ലൈനിലുണ്ട്. സുജാത, ഈ സൈബർ ആക്രമണങ്ങൾ അത് ആര് നടത്തുന്നു എന്നുള്ളതല്ല, ഇടത് വലത് പോരാളികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ സംഘടനയുടെ പോരാളികളായിക്കോട്ടെ, അത് ആര് എന്നുള്ളതല്ല, അത് നിയന്ത്രിക്കപ്പെടേണ്ടതല്ലേ? ഏറ്റവും ചുരുങ്ങിയത് അണികൾ അത് നടത്തി എന്നറിഞ്ഞാൽ അതിനെ നിഷേധിക്കുകയും ഒപ്പം അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടിയെടുക്കുക, അവർക്ക് താക്കീത് നൽകുക, നിരുത്സാഹപ്പെടുത്തുക, ആ വാക്കാണ് KK ശൈലജ ഉപയോഗിച്ചത്. ആ നിരുത്സാഹപ്പെടുത്തേണ്ട ചുമതല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ സംഘടനകൾക്കില്ലേ? തീർച്ചയായിട്ടും ഇവിടെ വളരെ കൃത്യമായിട്ടാണ് ശൈലജ ടീച്ചർ പത്രസമ്മേളനത്തിലൂടെ ടീച്ചറിന് നേരെ നടക്കുന്ന വളരെ മോശപ്പെട്ട സൈബർ ആക്രമണത്തെ സംബന്ധിച്ച് പറഞ്ഞത്. യഥാർത്ഥത്തില് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എത്ര മോശമായിട്ടാണ്. ശൈലജ ടീച്ചറെ അറിയാത്തവരല്ലല്ലോ ഈ നാട്ടുകാര്. അവരെ ഏറ്റവും മികച്ച ജനപ്രതിനിധി എന്ന നിലയിൽ, ഭരണാധികാരി എന്ന നിലയിൽ, സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന ആളെന്ന നിലയിൽ പ്രതിസന്ധി ഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചു നിർത്തുകൊണ്ടാണ് അവരെ ലോകം മുഴുവൻ ആദരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വടകരയിലെ ജനങ്ങൾ ടീച്ചറെ വിജയിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നു. ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ സൈബർ ആക്രമണത്തിലൂടെ മോശപ്പെടുത്താൻ നടത്തിയ ശ്രമത്തെ ശക്തമായി കോൺഗ്രസ് ലീഡർഷിപ്പ് അപലപിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നടത്തുന്നവരെ കർശനമായി നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. യഥാർത്ഥത്തിൽ അത് അപ്പോൾ തന്നെ തള്ളിപ്പറയുവാനും അണികളെ നിയന്ത്രിക്കുവാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്.
ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. എത്ര മോശപ്പെട്ട രൂപത്തിലാണ് പ്രതികരണം നടത്തുന്നത്. അതൊന്നും കേരളം സഹിക്കില്ല കേട്ടോ. കാരണം ടീച്ചർ വളരെ കൃത്യമായി പറഞ്ഞു, ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം അത് ഷാഫി പറമ്പിലൊന്നും കൈകഴുകി പോകാൻ കഴിയില്ല. സ്ഥാനാർത്ഥിമാർക്ക് കൈകഴുകി പോകാൻ കഴിയില്ല. അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ഈ ചെയ്യുന്നതൊക്കെ. അപ്പൊ ഇത്രയും മോശമായ രൂപത്തിൽ ടീച്ചറെ അപമാനിക്കാനും ആക്ഷേപിക്കാനും ശ്രമിച്ചിട്ടും UDF ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണണം. ശ്രീ സുജാത, ഇപ്പോൾ നേരത്തെ UDF വേണ്ടി വാർത്താ സമ്മേളനം നടത്തിയത് അവിടെ മാധ്യമങ്ങളെ കണ്ടത് ഉമാ തോമസും KK രമയുമാണ്. ഇരുവരും പറഞ്ഞ കാര്യം വ്യക്തമാണ്. അവർ പറഞ്ഞു ഞങ്ങൾ ടീച്ചർക്കൊപ്പമാണ് എന്ന് അവർ നിലപാട് പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നത് അത് പോലീസിന്റെ വീഴ്ചയാണ് എന്നുള്ള ആരോപണം UDF ഉന്നയിക്കുന്നു. അവിടെ ഒരു പ്രശ്നമില്ലേ? പോലീസ് കർശനമായി തന്നെ നിയമത്തിന്റെ മുമ്പിൽ ഇത്തരം കുറ്റവാളികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അതൊന്നും നമ്മൾ ഈ കേരളത്തിലെ പോലീസിനെ കുറച്ച് കാണുകയൊന്നും വേണ്ടല്ലോ. ഗവൺമെന്റ് കൃത്യമായി തന്നെ ആ കാര്യത്തിലൊക്കെ നിലപാട് സ്വീകരിച്ചോളും. പക്ഷേ ഇത് അങ്ങനെയൊന്നും അവർക്ക് കൈകഴുകി പോകാൻ കഴിയില്ല. ഇപ്പൊ പത്രസമ്മേളനം നടത്തിയ സഹോദരിമാർക്ക് അങ്ങനെ കൈകഴുകി പോകാൻ കഴിയില്ല. അതിനെല്ലാം ഉത്തരവാദിത്തം പറഞ്ഞേ പറ്റൂ. അല്ല, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് പോലീസ് നടപടിയെടുക്കുക എന്നതിനപ്പുറത്തേക്കൊരു ഫിൽറ്ററിംഗ് അത് സാധ്യമാണെന്ന് കരുതുന്നുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്നോ ഇപ്പോൾ സൈബർ സെല്ലിന്റെ ഭാഗത്തുനിന്നോ അങ്ങനെ എന്തെങ്കിലും? അത് അതിന്റെ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷെ ആദ്യം നിങ്ങൾ ഇത് പറ. ആദ്യം ഈ രൂപത്തില് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുന്ന ശൈലജ ടീച്ചറിനെ അറിയാൻ വയ്യാത്തവരല്ലോ ഈ നാട്ടിലുള്ള ആളുകള്. രാഷ്ട്രീയമായി പറഞ്ഞോട്ടെ, രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിൽ അങ്ങനെയാണ്. രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കട്ടെ. അതിന് വ്യക്തിപരമായി തേജോവധം ചെയ്യണോ? അങ്ങനെയൊന്നും തേജോവധം ചെയ്യാൻ സഹിക്കുന്നവരല്ല വടകരയിലെ ജനങ്ങള്. ഇവർക്കൊന്നും അറിയാൻ വയ്യാത്ത വടകരയ്ക്ക് ഒരു വലിയ പാരമ്പര്യമുള്ളതാ. അവരതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞല്ലോ. ശൈല ടീച്ചറെ പോലെ ഒരാളെ ഈ രൂപത്തിൽ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് പകരം അവർ ബാലറ്റിലൂടെ തന്നെ കിട്ടാൻ പോവുകയാണ്. പരാജയ ഭീതിയിൽ നിന്നാണ് ഈ രൂപത്തിലുള്ള മോശപ്പെട്ട ആക്രമണവുമായി ഈ സൈബർ ഇങ്ങനെ ഈ UDF കെട്ടഴിച്ചു വിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് നിസ്സംശയം പറയാം. പക്ഷേ ഒരു കാര്യം ശ്രീ സുജാത, ഇപ്പൊ ഷാഫി പറമ്പിൽ ടെലിഫോൺ ലൈൻ കട്ടായി എന്ന് തോന്നുന്നു. എന്താണെങ്കിലും LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ ആരോപണം, അതിനുള്ള മറുപടി എന്നുള്ള തരത്തിൽ UDFന്റെ വാർത്താ സമ്മേളനം തൊട്ടു മുമ്പ് നടന്നത് അത് ഉമാ തോമസും KK രമയുമാണ് പ്രതികരിച്ചത്. ഇതിന് പിന്നിൽ ഷാഫി പറമ്പിലാണ് എന്നുള്ളത് പൂർണ്ണമായും UDF നിഷേധിക്കുന്നു എന്നുള്ളതാണ് ഉമാ തോമസിന്റെയും KK രമയുടെയും വാക്കുകൾ. ബിന്ദു കൃഷ്ണ ഇപ്പോൾ ടെലിഫോണിൽ ചേരുന്നു. ശ്രീമതി ബിന്ദു കൃഷ്ണ, ഈ വടകരയിൽ നടക്കുന്നത് അറിയാമല്ലോ. വടകരയിൽ KK ശൈലജ LDF സ്ഥാനാർത്ഥി ഉന്നയിച്ച ആരോപണം തൊട്ടു മുമ്പ് UDFന്റെ വാർത്താ സമ്മേളനം നടന്നു എന്നത് ശരി തന്നെ. പക്ഷേ അപ്പോഴും എന്തുകൊണ്ടായിരിക്കും ഷാഫി അക്കാര്യത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള നിലപാട് പറയാത്തത്? പ്രത്യേകിച്ചും സൈബർ ഇടങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷാഫി. സംശയം കൊണ്ട് ചോദിച്ചതാണ്. അങ്ങനെ ആസൂത്രിതമായി ശ്രീ ഷാഫി പറമ്പിലിന്റെ അറിവോടോ സമ്മതത്തോടോ കൂടിയോ അത്തരത്തിലൊരു സൈബർ ആക്രമണം നടക്കുന്നില്ല. തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ് LDF സ്ഥാനാർത്ഥി ഉന്നയിക്കുന്നത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാകാം. അതിനും അപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന രംഗത്തുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് അതത് നിമിഷങ്ങളിൽ മറുപടി പറയാൻ കഴിയുമെന്നും ഒരു പലതവണ സ്ഥാനാർത്ഥിയായിരുന്ന അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സൈബർ ആക്രമണം എന്നുള്ളത് ഈ കേവലമായ വ്യക്തിപരമായ ആക്ഷേപങ്ങളെ അതിന്റെ പരിധിയിൽ കാണാൻ കഴിയും. സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ മന്ത്രി പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് അഴിമതി നടത്തിയ കാര്യങ്ങളെ അതല്ലല്ലോ ഈ സൈബർ ആക്രമണം, വ്യക്തിഹത്യ എന്ന് പറയുന്നത്. അതല്ല പിന്നെ KK ശൈലജ പറയുന്നത്. ശ്രീമതി ബിന്ദു കൃഷ്ണ അവർ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള അശ്ലീല പരാമർശങ്ങളെ പറ്റിയാണ്. എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള അശ്ലീല പരാമർശങ്ങൾ അത് നമുക്കൊരു പൊതു സദസ്സിൽ സംസാരിക്കാൻ കഴിയുന്ന തരത്തിലല്ല. അത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങളാണ്. ഇപ്പോൾ മന്ത്രിയായിരിക്കെ അല്ലെങ്കിൽ അവർ ജനപ്രതിനിധിയായിരിക്കെ അവർ നടത്തിയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അവർ അഴിമതി നടത്തിയെന്നുള്ള ആരോപണങ്ങളൊക്കെ രാഷ്ട്രീയമായി ഉന്നയിക്കാം. അതുപോലെ അല്ലല്ലോ ഒരു അശ്ലീല പരാമർശങ്ങൾ നടത്തുന്നത്. അത്രയും സമൂഹത്തിൽ പരാമർശങ്ങളും അനാവശ്യ പരാമർശങ്ങളും ഏത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും ആര് നടത്തിയാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ശക്തമായി അപലപിക്കുവാൻ ഞങ്ങൾ എല്ലാവരും മുന്നിലുണ്ടാകും. അത്തരത്തിലുള്ള വീഡിയോകൾ അതിന്റെ ഉള്ളടക്കങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയാത്തത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിൽക്കുന്ന ആളെന്ന നിലയിൽ മുഴുവൻ സമയം നിൽക്കുന്നതുകൊണ്ട് കാര്യമായ പൊതുമണ്ഡലത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ സൈബർ വിങ്ങുകൾ
അത്തരത്തിൽ ഔദ്യോഗിക വിങ്ങുകൾ ആരും ചെയ്തായിട്ട് അറിയില്ല. ഇനിയിപ്പോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആഭ്യന്തരം പിണറായിയുടെ കയ്യിലാണ്, കണ്ടുപിടിക്കട്ടെ, കാര്യങ്ങൾ ബോധ്യപ്പെടുത്തട്ടെ. പക്ഷെ ഒരു കാര്യം ഈ വേളയിൽ സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാൻ അടക്കമുള്ള പൊതുപ്രവർത്തകർക്കെതിരായി അവാസ്തവവും അങ്ങേയറ്റം മ്ലേച്ഛമായ ഭാഷയിൽ അറിയപ്പെടുന്ന CPM സൈബർ സഖാക്കള് ആക്ഷേപിച്ച് ഞങ്ങൾ പരാതി കൊടുത്താൽ കേരളത്തിൽ ഇന്ന് വരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷേ CPM-കാർ കള്ള പരാതി കൊടുത്താലും കേസെടുക്കും, ആളെ അകത്താക്കും. വിശേഷിച്ച് പിണറായി വിജയനെ അമ്മോക്കെതിരെയോ അല്ലെങ്കിൽ കുടുംബക്കാർക്കെതിരെയോ എന്തെങ്കിലും പറഞ്ഞാൽ ഇരട്ട നീതി പാടില്ല. തീർച്ചയായും സ്ത്രീകളുടെ മാന്യതയും അന്തസ്സും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായി ക്രമമായി നിറവേറ്റിയാൽ അതിനെ അംഗീകരിക്കുകയും അതല്ല രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ ആരുടെയെങ്കിലും പേര് കേസെടുത്ത് പേടിപ്പിച്ചു കളയാന്ന് വിചാരിച്ചാൽ പേടിക്കാൻ തയ്യാറല്ല. അത്രേ ഉള്ളൂ. വളരെ കൃത്യമാണ്. അതിൽ കോൺഗ്രസ്സുകാരെന്നോ കമ്മ്യൂണിസ്റ്റുകാരെന്നോ BJP-കാരെന്നോ ഒരു വ്യത്യാസവുമില്ല. വ്യക്തിഹത്യ നടത്തുന്നത് ആരുമായിക്കോട്ടെ ആ വ്യക്തിഹത്യയെ അത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല, നിരുത്സാഹപ്പെടുത്തുക തന്നെ വേണം. അതിനൊപ്പം തന്നെ നിൽക്കും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രതികരണം. ഇപ്പോൾ ബിന്ദു കൃഷ്ണയാണ് പ്രതികരിച്ച്. ഞാൻ MS അനീഷ് കുമാറിലേക്ക് വീണ്ടും പോവുകയാണ്. അനീഷ്, ഇപ്പോൾ ബിന്ദു കൃഷ്ണൻ പ്രതികരിച്ചു, ഒരു തരത്തിലും അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ ആരും ആ വ്യക്തിഹത്യക്കൊപ്പം നിൽക്കില്ല, അത് പൂർണ്ണമായും KK ശൈലജ ടീച്ചർക്കൊപ്പം തന്നെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. ഷാഫിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. ഈ വിവാദം വടകരയിൽ മാത്രം ഒതുങ്ങാതെ ഇത് കേരളത്തിന്റെ ഒരു പൊതുമണ്ഡലത്തിൽ ഇത്രയും ചർച്ചയായ സാഹചര്യത്തിൽ അവിടുത്തെ UDF സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഷാഫിയുമായി സംസാരിക്കാനും ഈ വിഷയം ഉന്നയിക്കാനും കഴിഞ്ഞിരുന്നു. അനീഷ്, ഒരിക്കൽ കൂടി, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ഷാഫിയുടെ ടീമുമായി സംസാരിച്ചപ്പോൾ ഇന്ന് ഷാഫി വാർത്താ സമ്മേളനം വിളിക്കുമെന്നുള്ള ഒരു സൂചന നൽകുന്നുണ്ട്. അത് സ്ഥിരീകരിക്കാൻ കഴിയുന്നതാണോ? ഷാഫി ഇന്ന് മാധ്യമങ്ങളെ കാണുന്നുണ്ടോ? അഭിമുഖത്തിൽ കാണുന്നതൊക്കെ കാണാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. നമുക്ക് അത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പ് വരുമെന്നാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയുടെ ആരോപണം അത് ഷാഫി പറമ്പിലിനെതിരെയായിരുന്നു. നുണപ്രചാരണം ഷാഫി നിരുത്സാഹപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. FB-യിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വ്യക്തിഹത്യ നേരിട്ടു, അശ്ലീല പരാമർശങ്ങളോടുകൂടിയ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. അത് ഷാഫി പറമ്പിൽ നേരിട്ട് പ്രചരിപ്പിച്ചു എന്നുള്ളതല്ല, പക്ഷേ അത് ഷാഫി നിരുത്സാഹപ്പെടുത്തിയില്ല എന്നുള്ള ഒരു പരാതിയാണ് KK ശൈലജ ഉന്നയിക്കുന്നത്. മറുഭാഗത്ത് UDF അത് പിന്നിൽ ഷാഫി ഇല്ല എന്ന് തീർത്തും ഉറപ്പിച്ചു തന്നെ പറയുന്നു. അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ UDF-നോ കോൺഗ്രസിനോ അതിൽ പങ്കുണ്ടാകില്ല എന്നുള്ളതാണ് നേതൃത്വത്തിന്റെ നിലപാടും. വടകരയിലെ ഈ രാഷ്ട്രീയ വിവാദങ്ങൾ അതെന്താണെങ്കിലും അത് വലിയ തോതിൽ ചർച്ചയാവുകയാണ്. അത് ഏത് തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നുള്ളതാണ്. ഈ സൈബർ ആക്രമണങ്ങൾ, സൈബർ പോരാളികളുടെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അത് ഏത് തരത്തിലാണ് തിരിച്ചടിയാവുക, ഈ വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. തിരിച്ചടിയാകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ആർക്ക് എന്നുള്ളതാണ്. എന്താണ് തിരികെ എത്താം ന്യൂസ് ട്രെൻഡ്സിലേക്ക് ഒരു ഇടവേളയ്ക്ക് ശേഷം. തേക്കിൻകാടിന്റെ മണ്ണിൽ തെക്കോട്ടിറക്കത്തിന്റെ ആരവം. തിരുവമ്പാടിയും പാറമേക്കാവും മുഖാമുഖം നിന്നു മാറുന്ന കുടകളുടെ വർണ്ണപ്രപഞ്ചം. വിളംബരം മുതൽ ഉപചാരം ചൊല്ലൽ വരെ സകല പൂരക്കാഴ്ചകളും സമഗ്രമായി. പൂരാരവം ന്യൂസ് 18 കേരളത്തിൽ. പൂരാരവം കോ-പവർഡ് ബൈ പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്. പൊൻകതിർ പുട്ട് സോഫ്റ്റ് ആകാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം. പൊൻകതിർ ഫുഡ് പ്രോഡക്ട്സ്, ദി ബ്രാൻഡ് ഓഫ് ഹാപ്പിനെസ്. അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ആൻഡ് ഐബസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. ഐബിസിലൂടെ.
ഓക്കെ, MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. ഈ സമയം ന്യൂസ് ടൈംസ് തുടരുകയാണ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് KK ശൈലജ അവർ നേരിട്ട വ്യക്തിപരമായിട്ടുള്ള ഹത്യ, വ്യക്തിപരമായിട്ടുള്ള സൈബർ ഇടത്തെ ആക്രമണം, അതിനെതിരെ വലിയ വിവാദം, വലിയ പരാമർശങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ MS അനീഷ് കുമാർ വടകരയിൽ നിന്ന് ചേരുന്നു. അനീഷ്, UDF-ന്റെ വാർത്താ സമ്മേളനം പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? നമുക്കിപ്പം KK രമ തന്നെയുണ്ട്. ഈ താങ്കളടക്കമുള്ള ആളുകൾ അതിരൂക്ഷമായ സൈബർ ആക്രമണങ്ങൾക്കും അല്ലാതെയുള്ള ആക്രമണങ്ങൾക്കും ഇരയായ ആളുകളാണ്. അപ്പോൾ ഈ KK ശൈലജയെ പോലെ മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ ഈ സൈബർ എടുത്തുനിന്ന് രൂക്ഷമായ കാര്യങ്ങൾ ഉയർന്നു വരുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? അല്ല, അതൊരു വലിയ ഗൗരവമായ ഒരു വിഷയമാണ്. കാരണം ഞങ്ങളെപ്പോലെ പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ വളരെ കാലമായി ഇത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ പരാതി കൊടുക്കുമ്പോൾ ഒരാളുടെ പേരും നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത് കൂടുതൽ വർദ്ധിച്ചു വരുന്നതിന്റെ കാരണം. ഇപ്പോൾ ഇവിടെ LDF സ്ഥാനാർത്ഥി അവസാനം പത്രസമ്മേളനം നടത്തി പറയേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത് അവർ അവരുടെ പരാതിയിൽ തന്നെ പറയുന്നു. ഇതിന്റെ പരാതി ആഭ്യന്തര വകുപ്പിനെ, പോലീസിന് കൈമാറിയിട്ട് നടപടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അവർ തന്നെ പറയുന്നു. അപ്പൊ പരാജയം ആരുടേതാണ്? പരാജയം ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റേതാണ്. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഭരിക്കുന്ന വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പരാജയമാണ് അത് സൂചിപ്പിക്കുന്നത്. പോലീസ് എടുക്കേണ്ട ആക്ഷൻ എന്താ എടുക്കാത്തത്? ഞങ്ങളൊക്കെ പരാതികൾ കൊടുക്കല്ലാതെ മറ്റെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിലപ്പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ലല്ലോ. അപ്പോൾ അതിന്റെ തികഞ്ഞ ഉത്തരവാദിത്തം ഇവിടെ പോലീസിനാണുള്ളത്. ആരാണ് ചെയ്തത്? നടപടിയെടുക്കണം. ഞങ്ങൾക്ക് ആവശ്യം അതാണ്. പക്ഷെ കൃത്യമായി തന്നെ വന്നിട്ടുണ്ടല്ലോ ഈ UDF-ന്റെ ആളുകൾ, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് അംഗം, പേരാമ്പ്രയിലെ ലീഗ് പ്രവർത്തകൻ, ഇവരുടെയൊക്കെ കൃത്യമായ അഡ്രസ്സിൽ നിന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവരുടെ പേജുകളിൽ നിന്ന് തന്നെയാണ് കൃത്യമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് നേതാക്കൾക്ക് ഒഴിഞ്ഞു മാറാം. അല്ല, നേതാക്കൾ ഒരിക്കലും ഒഴിഞ്ഞു മാറില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞോ ഇവിടെ എതിർ സ്ഥാനാർത്ഥിക്ക്, നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെയാണ് പ്രചരണം നടത്തുന്നത് ഷാഫി പറമ്പിലിന് ആളുകളാണെന്ന്? ഷാഫി പറമ്പിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കാരണവശാലും ഇതിനെ ന്യായീകരിക്കില്ല, ഇതിനൊപ്പം നിൽക്കില്ല, ആരായാലും തള്ളിപ്പറയുമെന്ന നിലപാടാണ് ഞങ്ങൾ എല്ലാവരും എടുത്തത്. ആ നിലപാടാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ അതേപോലെ അപ്പുറത്ത് നടത്തിയ ആളുകൾക്കെതിരെയും കൂടി നടപടിയെടുക്കാനും കൂടി തയ്യാറാകണം. ഇതിന് മാത്രമല്ല, ഒരുപാട് കേസുകളുണ്ട്. അതിനൊക്കെ എതിരെ നടപടിയെടുക്കാനും കൂടി തയ്യാറാകണം എന്നതാണ്. ഇത് അവസാനിപ്പിക്കണം. ഞങ്ങൾക്ക് ആവശ്യം അതേ ഉള്ളൂ. സ്ത്രീകൾ, പൊതുരംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾ ഇനി ഇതുപോലെ അധിക്ഷേപം നേരിടരുത്. അവസാനം ഇതുപോലെ ഒരു സ്ഥാനാർത്ഥിക്ക് നേരെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടിയെടുക്കട്ടെ പോലീസ്. നിങ്ങൾ നിങ്ങളുടെ പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടോ നിലവിൽ? ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്, നിർദ്ദേശം പ്രത്യേകം പറയേണ്ടതിൽ ആർക്ക് നേരെയും ഒരു ലൈംഗിക അധിക്ഷേപങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ ആണധികാര സമൂഹത്തിൽ ഒരു ആണധികാരം കാണിക്കുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നുണ്ട്. അത് അണികളിലും അല്ലെ ചില ആളുകളും അങ്ങനെ കാണിക്കുമ്പോൾ അത് പെട്ടെന്ന് ചിലപ്പോൾ മാറ്റാൻ സാധിച്ചെന്നില്ല. പക്ഷെ നേതൃത്വത്തിന് പറ്റുമല്ലോ. നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് കൂടി ഇങ്ങനെ വരുമ്പോഴാണ് അതിന്റെ പ്രശ്നം. ഇന്നലെ P ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, വെണ്ണപ്പാളികളുടെ സ്വീകരണമേറ്റു മയങ്ങി നോമിനേഷൻ കൊടുത്തു എന്ന് പറയുന്ന അശ്ലീലത, അത് വരുന്നത് സാധാരണക്കാരനല്ല, അതൊരു CPM-ന്റെ നേതാവിന്റെ ഭാഗത്തു നിന്നാണ്. അതിനെ തള്ളിപ്പറയുമോ LDF-ന്റെ സ്ഥാനാർത്ഥി? പറഞ്ഞിട്ടില്ല, അതിനെ ന്യായീകരിച്ചു. അതിനെതിരെ നടപടിയെടുക്കണം പോലീസ്. ഞങ്ങൾ അതിനെ പരാതി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടുത്തെ സ്ത്രീകളെ അധിക്ഷേപിച്ചതാണ്. ഇങ്ങനെ എല്ലാ അധിക്ഷേപങ്ങളും, അത് ടീച്ചർക്കുൾപ്പെടെ വന്ന അധിക്ഷേപങ്ങളെ കൃത്യമായി KK രമയാണ് ഇപ്പോൾ MS അനീഷ് കുമാറിനോട് സംസാരിക്കുന്നത്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർക്കെതിരെ നടക്കുന്നത് അശ്ലീല പ്രചാരണമെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മോർഫ് ചെയ്ത ചിത്രങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും CPM സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്ന സൈബർ ആക്രമണം അശ്ലീല ആക്രമണമാണ് യഥാർത്ഥം നടന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. അതിനെതിരായി ഇപ്പോഴും ടീച്ചർ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്, പരാതി. ആ പരാതി പരിഹരിക്കണം. കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് മോർഫ് ചെയ്ത ശൈലജ ടീച്ചറുടെ ഫോട്ടോ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് തന്നെ അയച്ചു കൊടുത്തു. വളരെ അപമാനകരമായ കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്.
കെ ശൈലജ LDF സ്ഥാനാർത്ഥി വടകരയിൽ അവിടെ നേരിട്ടത് വ്യക്തിപരമായിട്ടുള്ള ഹത്യയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അശ്ലീല പരാമർശങ്ങൾ, വ്യക്തിപരമായിട്ടുള്ള ആക്രമണം അവർ നേരിട്ടു. അതിൽ ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളത് കാത്തിരിക്കാം. എന്താണ് 2 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒരുപക്ഷേ നമ്മൾക്ക് ഇവിടെ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പരാമർശങ്ങളായതുകൊണ്ട് തന്നെ ആ പോസ്റ്റുകൾ കാണിക്കുകയും അസാധ്യമാണ്. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ് ന്യൂസ് ടൈം.